നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് മത്സ്യമൂർത്തിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ മേൽശാന്തിയുടെ ആദ്യ ദിവസത്തിലെ ആദ്യത്തെ അവതാരമായിട്ടുള്ള ആ മത്സ്യരൂപനായിട്ടായിരുന്നു ഗുരുവായൂരപ്പൻ. ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരു പ്രത്യേക എന്തോ സാധാരണയുള്ള മത്സ്യമൂർത്തികളെക്കാളും ഭംഗിയുണ്ടായിരുന്നു ഇന്നലത്തെ ആ ഒരു ഗുരുവായൂരപ്പനെ കാണാൻ. ഉണ്ണികൃഷ്ണൻ എന്താ പറയുക, വേഷം കെട്ടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഞാൻ തന്നെയാണ് മത്സ്യമായത്, നീ കണ്ടില്ലേ എന്ന് ചോദിക്കണ പോലെ നല്ല സുന്ദരനായ മത്സ്യമൂർത്തിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ. ആരതി ചന്ദ്രൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, 41 ദിവസത്തെ അവിൽ നിവേദ്യം കഴിപ്പിക്കാൻ രസീത് ആക്കാമോ? 41 ദിവസത്തേക്ക് എത്ര രൂപയാവുമെന്ന്? 1025 രൂപയാണ് 41 ദിവസത്തിനാവുക. 25 രൂപയാണ് ഒരു ദിവസത്തെ അവിൽ നിവേദ്യം ഷീട്ടാക്കാൻ വേണ്ടത്. അത്താഴപൂജയ്ക്ക് ശേഷമാണ്, അത്താഴപൂജയ്ക്കാണ് ഭഗവാന് അവിൽ നിവേദ്യം ഉള്ളത്. അപ്പോൾ അത്താഴപൂജയ്ക്ക് ശേഷമാണ് അതിൻ്റെ പ്രസാദം കിട്ടുക. രാത്രി 8 മണിക്ക് ശേഷമാണ് കേട്ടോ പ്രസാദം കിട്ടുക. നമുക്കതുപോലെ തന്നെ അഹസ വഴിപാട് ഷീട്ടാക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പ്രസാദമായിട്ടും ഈ അവിൽ നിവേദിച്ചത് കിട്ടാറുണ്ട്. അവിലും അപ്പവും അടയും ഒക്കെ നമുക്ക് അഹസിൻ്റെ പ്രസാദങ്ങളിലും കിട്ടാറുണ്ട് കേട്ടോ. പത്മചേച്ചി ചോദിച്ചിട്ടുണ്ട്, നാഗർകാവിൽ പൂജ ഷീട്ടാക്കാൻ പറ്റുമോ? ഗുരുവായൂർ അമ്പലത്തിന് നാഗക്കാവുണ്ട് പറഞ്ഞിരുന്നല്ലോ ഞാൻ. അതിൽ നാഗക്കാവിൽ നമുക്ക് ഭക്തജനങ്ങൾക്ക് പൂജ ഷീട്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നടയിൽ സമർപ്പിക്കാൻ അവിടെ സാധനങ്ങൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിത്യപൂജ ഇല്ല, കന്നിമാസത്തിലെ ആയില്യത്തിലാണ് അവിടുത്തെ പൂജ ഉള്ളത്. ആ പൂജ ഭക്തജനങ്ങളുടെ വക അല്ല എന്നാണ് കേട്ടോ എൻ്റെ അറിവ്. മാത്രമല്ല ഭക്തർക്ക് അതിൻ്റെ ഭാഗമാവാൻ ഷീട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടെ ഞാൻ അന്വേഷിക്കാം. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് കേട്ടോ. ഷീന എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, സപ്തശുദ്ധി അഭിഷേകത്തിനെ കുറിച്ച് പറയുന്നത്. ഇതിനു മുമ്പ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഹരികൃഷ്ണൻ എന്നൊരു ഭക്തൻ ചോദിക്കാറുണ്ടായിരുന്നു. സപ്തശുദ്ധി അഭിഷേകത്തിനെ കുറിച്ച് ഞാൻ ഓദിക്കന്മാരോടും മേൽശാന്തിയുടെ അടുത്തൊക്കെ അന്വേഷിച്ചിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ താന്ത്രിക വശങ്ങളൊന്നും വിശദീകരിച്ച് ആരോടും ഒന്നും പറയാനില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ സപ്തശുദ്ധി അഭിഷേകം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നതാണ്. 108 ഉരു എന്നാണ് അതിൻ്റെ കണക്ക്. 108 കുടം എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയല്ല, 108 ഉരു മന്ത്രം ജപിച്ച് അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. അത് 25 വെച്ച് 4 ഓദിക്കന്മാരും 8 വെച്ചിട്ട് മേൽശാന്തിയും, അങ്ങനെയാണ് ആ അഭിഷേകം നടക്കുന്നത്. എല്ലാ ദിവസവും ഭഗവാനുള്ളതാണ്. ഇത് ഭക്തജനങ്ങളാൽ ഷീട്ടാക്കാൻ സാധിക്കും. 20 രൂപയാണ് ചെറിയ സപ്തശുദ്ധി അഭിഷേകത്തിന്, 400 രൂപയാണ് വലിയ സപ്തശുദ്ധി അഭിഷേകം ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഷീട്ടാക്കുന്നതെന്നാണ് അടുത്ത ചോദ്യം ഭക്തജനങ്ങളുടെ വരിക. അത് ഭക്തൻ്റെ ഇഷ്ടമാണ് കേട്ടോ, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളുടെ എന്താ പറയുക മനസ്സ് കുറച്ചും കൂടി നിർമ്മലമാവാൻ എന്നാണ് എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, ഭക്തർക്ക് എന്തിനു വേണ്ടിയും എന്ത് വഴിപാടും നേരാം. നിങ്ങളുടെ ഗുരുവായൂരപ്പനാണ്, എന്ത് വഴിപാട് നേരണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതിൽ ആധികാരികതയൊന്നും ചോദിക്കരുത്. നമ്മളുടെ എന്താ പറയുക ഗുരുവായൂരപ്പനോടുള്ള അടുപ്പത്തിൽ ഒരു ആധികാരികതയ്ക്കൊന്നും പ്രസക്തിയില്ല കേട്ടോ. നമുക്ക് ആ ഇഷ്ടം കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സജികുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ചേന വഴിപാട് നടത്തേണ്ടത് എങ്ങനെയാണെന്ന്. സജികുമാർ സാറല്ല തോന്നുന്നു, മോനാണ് മെസ്സേജ് അയക്കണമെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും ചേന വഴിപാട് നടത്തേണ്ടത് നമ്മൾ ചേന നമുക്ക് വാങ്ങി കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഇവിടെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ മറ്റ് ഭക്തജനങ്ങളാൽ സമർപ്പിക്കപ്പെട്ട ചേന ഉണ്ടായിരിക്കും. അതെടുത്തിട്ട് നമുക്ക് നടയിൽ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിന് ഈക്വലായിട്ടുള്ള തുക കണക്കാക്കിയിട്ട് അത് ഭണ്ഡാരത്തിലിടാം. ഇതൊന്നും അല്ലെങ്കിൽ ചേന നമുക്ക് തുലാഭാരം, ചേന കൊണ്ട് തുലാഭാരം നടത്താം. ഒരു ഷോർട്ട് വീഡിയോൻ്റെ താഴെ കണ്ടിരുന്നു കേട്ടോ, അലർജിക്കാണ് മകള്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്ത് വഴിപാടാണെന്ന്. ഈ അലർജി പോലുള്ള സ്കിൻ ഡിസീസസിനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അലർജിക്കാണ് ഈ ചേന വഴിപാട് നടത്താറുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ചേന വഴിപാട് നടത്തുന്നത് മറ്റ് ഭക്തജനങ്ങളാൽ സമർപ്പിക്കപ്പെട്ട ചേന നമുക്ക് എടുത്ത് വെച്ചിട്ട് തുക കണക്കാക്കി ഭണ്ഡാരത്തിലിടാമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായിട്ട് കമൻറ്റ് വന്നിരുന്നു. ഒരാൾ സമർപ്പിച്ചത് നമുക്ക് വീണ്ടും സമർപ്പിക്കാൻ സാധിക്കില്ല എന്ന്. പക്ഷെ അങ്ങനെ ചെയ്യാൻ സാധിക്കും.
കാരണം തുലാഭാരത്തിനൊക്കെ അവിടെ ലഭ്യമായ ദ്രവ്യങ്ങൾ കൊണ്ട് അനേകം പേര് തുലാഭാരം നടത്തുന്നത്. എന്നിട്ട് തത്തുല്യമായ തുക ദേവസ്വത്തിലേക്ക് അടക്കുകയാണല്ലോ ചെയ്യണേ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ആചാര്യന്മാരോട് ചോദിച്ചപ്പോഴും പറഞ്ഞത് കേട്ടോ. അശോകൻ MP എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ കാണിക്കുന്ന ദീപാരാധന ശിവേലി വീഡിയോസ് എല്ലാം പഴയതാണോ അതോ പുതിയത് എടുക്കാനുള്ള അനുവാദം ലഭിച്ചോ എന്ന്? ഇല്ല കേട്ടോ, റെസ്ട്രിക്ഷൻസ് എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹൈക്കോടതി വിധി അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, സുപ്രീം കോടതിയിൽ നിന്ന് മറ്റെന്തെങ്കിലും വിധി വരികയാണെങ്കിൽ വളരെ നന്നായല്ലോ. അതിനൊന്നും ഇനീഷ്യേറ്റീവ് ആവാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതായിരിക്കാം ഒരു കാരണം. എന്തായാലും ഇപ്പോൾ ഫയൽ വീഡിയോസ് തന്നെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. സിന്ധു എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരിൽ വന്നാൽ സദ്യയെ കാണാൻ എവിടെ വന്നാലാ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോൾ വന്നാലാ പറ്റുക, എവിടെ വന്നാലാ? നമുക്ക് മുമ്പൊക്കെ കൃത്യമായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യുന്നതിനൊരു സമയം ഉണ്ടായിരുന്നു. 11 to 12 ഉള്ളിൽ മരപ്രഭുവിൻ്റെ അവിടെ വന്നാൽ കാണാമെന്ന്. നമ്മൾ ആദ്യകാലങ്ങളിൽ അങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നെ ഇടയ്ക്ക് മഴക്കാലം തുടങ്ങിയപ്പോൾ നമുക്കൊരു അനിശ്ചിതത്വം വന്നു, എവിടെയാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. എന്നാലും നമ്മൾ നടപ്പന്തലിലും അവിടെ ഇവിടെയൊക്കെ വന്ന് ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഒരു കൃത്യമായ സമയം മെയിൻറ്റെയിൻ ചെയ്യാതെയായി. ഇപ്പം ഞാനും വിഷ്ണുവും ആ ട്രാക്കിലൂടെയാണ് പോണത്. കൃത്യമായിട്ടുള്ളൊരു സമയമൊന്നും ഇല്ലാതായിരിക്കണം. ഇപ്പം രാവിലെ 10 മണിയായിട്ടേ ഉള്ളൂ കേട്ടോ. ഇന്ന് വളരെ നേരത്തെയാണ് ഷൂട്ട്. ഇന്നലെ 3 മണിക്കായിരുന്നു ഷൂട്ട്. അപ്പോൾ ഒരു കൃത്യസമയം പാലിക്കാൻ ഇന്നാൽ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഷൂട്ട് കണക്കാക്കി പറയാൻ സാധിക്കില്ല. എന്നാൽ ഓഫീസ് എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വിഷ്ണു ഉണ്ടായിരിക്കും. വിഷ്ണു ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാനെങ്കിലും ഉണ്ടായിരിക്കും. ഇനി അഥവാ അവിടെ എത്തിയിട്ട് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ആരെ വിളിച്ചാലും ഉടനെ വന്നു ചേരാൻ പറ്റുന്ന അത്ര ദൂരെ 2 പേരുടെ വീട്ടിൽ നിന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നാൽ വിളിച്ചാൽ മതി കേട്ടോ. വിളിച്ചിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും കാണാം. അതുപോലെ തന്നെ സിന്ധു പറഞ്ഞിട്ടുണ്ട്, നാരായണീയത്തിലെ ഓരോ ദിശകങ്ങളായിട്ട് വിശദീകരിച്ച് കഥ പറയുമെന്ന്. അത്രയ്ക്ക് എനിക്കറിയില്ല കേട്ടോ, നാരായണീയത്തിലെ ഓരോ ദിശകമായിട്ട് പറയാനൊന്നും. എന്നാൽ ഭഗവത് കഥകളൊക്കെ പറയാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേ എനിക്ക് പറയാറുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പറയാം കേട്ടോ. ഓരോ ദിവസം ഓരോ കഥയായിട്ട് പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കണത്, മോഹിക്കണത്. ഭഗവാന്റെ അനുഗ്രഹം പോലെ നമുക്ക് ചെയ്യാം. ഹർഷ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, ഇളം നിറ നെൽക്കതിര് കിട്ടുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന്. അതിൻ്റെ ആ ഒരു നെൽമണികൾ മാത്രമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കെട്ടിയിട്ട് പൂജാമുറിയിൽ തൂക്കിയിടാറാണ് ഞാനൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ. അടുത്ത വർഷത്തെ ഇളം നിറയുടെ സമയം വരെയും ആ നെൽമണികൾ കേടുവരാതെ അവിടെ കെട്ടി തൂക്കിയിടാറാണ് പതിവുള്ളത്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ചെടി അല്ലെങ്കിൽ ആ ഒരു കതിരിൻ്റെ ചെടിയുടെ ആ ഭാഗം കളഞ്ഞിട്ട് നെൽമണികൾ മാത്രമായിട്ടുള്ള ഭാഗം നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും കേട്ടോ. പുഷ്പ വിജയൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നമ്മൾ തൊഴാൻ ക്യൂ നിൽക്കുന്നതിന് മുൻപാണോ അല്ലെങ്കിൽ തൊഴുതതിന് ശേഷമാണോ എല്ലാ വഴിപാടുകളും ഷീട്ടാക്കേണ്ടതെന്ന്? അത് ഭക്തരുടെ ഇഷ്ടമാണ്. തൊഴാൻ നിന്നതിന് ശേഷം തൊഴുതതിന് ശേഷം വഴിപാടുകൾ ഷീട്ടാക്കുക എന്നുള്ളതായാലും കുഴപ്പമില്ല. പക്ഷേ തൊഴുന്നതിന് മുമ്പ് വേണമെന്ന് നമുക്കങ്ങനെ ശാഠ്യം പിടിക്കാൻ സാധിക്കില്ല. കാരണം ഗുരുവായൂർ അമ്പലം തുറക്കുന്നത് 3 മണിക്കാണ് നിർമാല്യത്തിന്. എന്നാൽ പ്രസാദ കൗണ്ടറുകളെല്ലാം തുറക്കുന്നത്, വഴിപാട് റെസിപ്റ്റ് ആക്കുന്ന കൗണ്ടറുകളെല്ലാം തുറക്കുന്നത് 5 മണിക്കാണ്. അപ്പോൾ തൊഴുതതിന് ശേഷം ഷീട്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി ഉത്തമമെന്ന് തോന്നുന്നു. എന്നാൽ അർച്ചനയുടെ പ്രസാദം അല്ലെങ്കിൽ പുഷ്പാഞ്ജലിയുടെ പ്രസാദം കിട്ടണമെങ്കിൽ അത് നാലമ്പലത്തിനകത്ത് നിന്നാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ ഷീട്ട് കൗണ്ടർ തുറന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അർച്ചന പ്രസാദം കിട്ടാനായിട്ട് വേണമെങ്കിൽ നമ്മൾ ഷീട്ടാക്കിയിട്ട് വേണം പോവാനായിട്ട്. അതല്ലെങ്കിൽ പുറത്ത് പ്രസാദം കൊടുക്കുന്ന ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ. സാധാരണ ചന്ദന പ്രസാദം കൊടുക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പ്രസാദം കിട്ടുന്ന ഒരു കൗണ്ടറും കൂടി ഉണ്ട്. മോളി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, വിളക്കെഴുന്നള്ളിപ്പ് എപ്പോഴും എല്ലാ ദിവസവും ഉള്ളത് തന്നെയാണോ എന്ന്? എല്ലാ ദിവസവും ഉണ്ട്. വർഷത്തിൽ 2 ദിവസമാണ് വിളക്കെഴുന്നള്ളിപ്പ് ഇല്ലാത്തത്. മേൽശാന്തി മാറ്റത്തിൻ്റെ ദിവസം മാത്രമാണ് കേട്ടോ. അന്ന് മേൽശാന്തിക്ക് നല്ല സങ്കടമാവുമല്ലോ 6 മാസം കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ. അതേ സങ്കടം തന്നെയാണ് ഗുരുവായൂരപ്പനും ഉണ്ടാവുക എന്നാണ്. ഭക്തരുടെ ആ ഒരു അതേ മനസ്സ് തന്നെയാണല്ലോ ഭഗവാന്. ചിലപ്പോൾ ഒരുപടി മുന്തി നിൽക്കുകയുള്ളൂ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ എത്രയാണോ അങ്ങോട്ട് സ്നേഹിക്കണേ അതിനേക്കാളും 2 ഇരട്ടി ഇങ്ങോട്ട് തിരിച്ചു തരും എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു കണക്ക്. അപ്പം നമുക്കൊരു വിഷമം വന്നാൽ ഭഗവാനും നമ്മളോടൊപ്പം തന്നെ അതിനേക്കാൾ ഏറെ സങ്കടത്തിലായിരിക്കും എന്നാണ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിന് ദൃഷ്ടാന്തമാണ് ഇത്. കാരണം ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി 6 മാസത്തിന് ശേഷം ഇറങ്ങുന്ന ദിവസം ഭഗവാൻ നല്ല സങ്കടത്തിലാവും. അതുകൊണ്ട് വിളക്കെഴുന്നള്ളിപ്പ് ഒന്നുമില്ല. വിളക്കെഴുന്നള്ളിപ്പ് എന്ന് പറയുന്നത് ഒരു ആഘോഷം തന്നെയാണ്. അപ്പോൾ ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കി ഭഗവാൻ നേരത്തെ കിടന്നുറങ്ങും അത്രേ. എന്നാലും എൻ്റെ അമ്മ പോയില്ലേ എന്നുള്ള വിഷമത്തിലാണ് ഉണ്ണികൃഷ്ണൻ അന്ന് വേഗം കിടന്നുറങ്ങുക എന്നാണ്
പറയാറുള്ളത്. അപ്പോൾ ആ ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും വിളക്കെഴുന്നള്ളിപ്പുണ്ട്. പിന്നെ മോളി ചേച്ചിയുടെ തന്നെ മറ്റൊരു ചോദ്യം അഴൽ വഴിപാട് എന്താണെന്നുള്ളതാണ്. വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർത്ത് എടത്തരികത്തുകാവിൽ അമ്മയ്ക്ക് നിവേദിക്കുന്നതിനെയാണ് അഴൽ നിവേദ്യം എന്ന് പറയുക. അത് ഭക്തരുടെ എല്ലാ അഴലും എല്ലാ ദുഃഖങ്ങളും ഭഗവതി അമ്മ സ്വീകരിച്ച് സന്തോഷമാകുന്ന അനുഗ്രഹം തന്ന് നമ്മളെ പറഞ്ഞയക്കുക. അതാണ് കേട്ടോ അഴൽ വഴിപാട് എന്ന് പറയുന്നത്. 30 രൂപയാണ് അഴൽ വഴിപാട് ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. കുറേ പ്രാവശ്യം ഇത് പറയണു കേട്ടോ. ഇത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു ഭക്തയുടെ ചോദ്യത്തിന് മറ്റൊരു ഭക്ത മറുപടി കൊടുത്തതായിട്ട് ഞാൻ കണ്ടു. അത് കാണുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു ഗുരുനാഥയ്ക്ക് കിട്ടുന്ന സന്തോഷം പോലെയാട്ടോ എനിക്ക് തോന്നിയത്. ഞാനൊരു ഗുരുസ്ഥാനത്തിരിക്കാൻ യോഗ്യയാണെന്നല്ല കേട്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ അറിവ് വെച്ച് ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞുല്ലോ, ഞാൻ പറഞ്ഞതൊക്കെ പഠിച്ചുല്ലോ എന്ന്. ചോദ്യകർത്താവിൻ്റെ പേര് ശ്യാമള ബാലകൃഷ്ണൻ എന്നും ഉത്തരം നൽകിയത് ജീഷ മോഹനുമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇവർ രണ്ടുപേരും പരിപാടി കാണാറുണ്ട്. അപ്പോൾ എൻ്റെ മറുപടിക്ക് മുമ്പേ തന്നെ ആ ഒരു മറുപടി കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എല്ലാതും പഠിച്ചു, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും. എനിക്കെല്ലാം അറിയുന്നല്ല കേട്ടോ, പക്ഷേ എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി കാണുന്ന സമയത്ത് നമുക്കത് ഓർമ്മയിൽ വരുമല്ലോ. അപ്പോൾ ഒരാൾ ചോദിച്ചാൽ വേഗം മറുപടി പറയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. അടുത്ത ചോദ്യം ബോബി കൃഷ്ണ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്. കല്യാണ കൃഷ്ണനാണ് 2 കൈയും ഇടുപ്പിൽ കുത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞുല്ലോ, അദ്ദേഹത്തിനെ കുറിച്ച് പറയുമെന്ന്. കല്യാണ കൃഷ്ണൻ ആണ് ആ രൂപം എന്നാണ് ഞാൻ കേട്ടിരിക്കണേ കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പൽപ്പ് കൊണ്ടുള്ള ഭഗവാന്റെ പല പല ഭാവങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ, പല പല ഭാവങ്ങളിലുള്ള വിഗ്രഹങ്ങൾ. അപ്പോൾ അതിൽ 2 കൈയും ഇടുപ്പിൽ കുത്തി നിൽക്കുന്ന ആ ഒരു ഉണ്ണികൃഷ്ണനെ കല്യാണ കൃഷ്ണനായിട്ട് പറയാറുണ്ട്. അതായത് രുക്മിണി സമേതനായിട്ടുള്ള കൃഷ്ണൻ. രുക്മിണി ദേവിക്ക് മാല ചാർത്താൻ പാകത്തിന് കഴുത്ത് കുനിച്ചു കൊടുക്കുന്ന ഉണ്ണികൃഷ്ണനാണ് അതെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ രുക്മിണി സ്വയംവരം കഥ പറയുന്ന സമയത്ത് രുക്മിണി മാലയിടാൻ ഭാവിക്കുന്ന സമയത്ത് ഭഗവാൻ വിജയശ്രീ ലാളിതനായിട്ട് ആ ഒരു ഭാവത്തിൽ നിൽക്കുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇനി കല്യാണകൃഷ്ണനെ കുറിച്ച് ഇതിലും കൂടുതൽ പറയണമെങ്കിൽ നമ്മൾ ആ രുക്മിണി സ്വയംവരം കഥ അനുസ്മരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് അനുസ്മരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കഥ തന്നെയാണ് കേട്ടോ. എന്നാലും ഇനി ഒന്നുകൂടി ആവർത്തിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, രുക്മിണി ദേവി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പറയാം കേട്ടോ. ജീഷ മോഹൻ എന്ന ഭക്ത വെച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ പുതിയ മേൽശാന്തിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുമ്പുണ്ടായിരുന്ന മേൽശാന്തി അവിടെ ഉണ്ടാവില്ല, അതോ അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ അവർക്ക് ഇനി മേൽശാന്തി സ്ഥാനത്തിന് 1 വർഷത്തിന് ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടോ ഇല്ലയോ എന്നുള്ളത് ഭഗവാന്റെ അനുഗ്രഹത്തിനനുസരിച്ചിരിക്കും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനൊരു സ്ഥാനം നിർവഹിക്കാൻ സാധിക്കുന്നത് അവരുടെ ഏതോ ജന്മത്തിലെ പുണ്യമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ മേൽശാന്തിമാർ ഇറങ്ങുമ്പോഴും അവർക്ക് നല്ലോണം ഒരു വിഷമം ഉണ്ടാവുന്നത്. പക്ഷേ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മേൽശാന്തിയായിരുന്ന ഓദിക്കൻ ശ്രീനാഥ് നമ്പൂതിരി അദ്ദേഹമാണെങ്കിലും അല്ലെങ്കിൽ കിരണാനന്ദ അദ്ദേഹമാണെങ്കിലും അവരൊക്കെ ഓദിക്കൻ കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഓദിക്കന്മാർക്ക് എല്ലാ ദിവസവും ഗുരുവായൂരമ്പലത്തിൽ എന്താ പറയുക ഡ്യൂട്ടി ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും കയറാം, അതിനൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. എന്നാലും മേൽശാന്തി സ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് അവർക്കും വിഷമം ഉണ്ടാവും കേട്ടോ. ഇറങ്ങുമ്പോൾ അവർക്കും നല്ല വിഷമം ഉണ്ടാവും. മേൽശാന്തിയുടെ സ്ഥാനമല്ല പിന്നീട് ഓദിക്കന്മാരുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഡ്യൂട്ടീസ് ഏകദേശം ഒരുപോലെ തന്നെ വരും. വീണ്ടും ശ്രീലകത്ത് കയറാനുള്ള ഭാഗ്യവും ഉണ്ടാവും. അതവർക്ക് വലിയ അനുഗ്രഹമാണ് കേട്ടോ. ഞാൻ ഓരോ ഓദിക്കന്മാരും ആയിട്ട് അവർ തിരിച്ചിറങ്ങുമ്പോൾ വിചാരിക്കാറുണ്ട് ഇവർക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ഇനിയും കയറാമല്ലോ, ഗുരുവായൂരപ്പനെ ഇനിയും കാണാമല്ലോ, ഇനിയും ആ വിഗ്രഹം പൂജ ചെയ്യാനുള്ള ആ ഒരു അധികാരമുള്ളവരാണല്ലോ. അപ്പോൾ അവർക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ സ്വഗൃഹത്തിലേക്ക് മടങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഇനി എപ്പോഴെങ്കിലും കിട്ടിയാൽ നന്നായി എന്നേ വിചാരിക്കാൻ സാധിക്കുള്ളൂ. ബിന്ദു എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട്, നവരാത്രി തുടങ്ങിയാൽ പിന്നെ ഉദയാസ്തമന പൂജ ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഉദയാസ്തമന പൂജ ഇല്ല, പക്ഷേ 7-ാം തീയതി ഉദയാസ്തമന പൂജ ഉണ്ടെന്നാണ് കേട്ടത്. ഇനി വരുന്ന പബ്ലിക് ഹോളിഡേയ്സിനൊന്നും തന്നെ ഉദയാസ്തമന പൂജ ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു 9 ദിവസമൊന്നും നമുക്ക് അവധി ദിവസങ്ങളിലല്ലല്ലോ. അപ്പം അതിൻ്റെ ഇടയിൽ ഏതോ ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ ഉണ്ട്. 9 ദിവസവും ഇല്ലാതിരിക്കില്ല. ശ്യാമള ബാലകൃഷ്ണൻ എന്ന് ഭക്ത ചോദിച്ചിട്ടുണ്ട്,
ഹവിസ് എന്നാണോ പറയുക ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഷീട്ടാക്കണം എന്ന് പറഞ്ഞത്? ഹവിസ് ആണോ ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, അഹസ് ആണ്. ഹവിസ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും രാവിലത്തെ വീഡിയോ കാണുന്നതല്ലേ ശിവേലിയുടെ വീഡിയോൻ്റെ സമയത്ത് മേൽശാന്തി ഇറങ്ങിയിട്ട് ഓരോ ബലിക്കല്ലിനും തൂവുന്നത് കണ്ടിട്ടില്ലേ? ആ സമയത്ത് പുറകിൽ കീഴ്ശാന്തി ആയിട്ടുള്ള ആള് ഒരു പാത്രം പിടിച്ച് നിവേദ്യം പിടിച്ചിട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? ആ നിവേദ്യം പിടിക്കുന്ന ആ ഒരു നിവേദ്യത്തിനെയാണ് ഹവിസ് എന്ന് പറയുക. ഹവിസ് തൂവുക എന്നാണ് ഓരോ ബലിക്കല്ലിൻ്റെയും നിവേദ്യത്തിന് പറയുന്നത്. അത് ഹവിസ്. ഷീട്ടാക്കുന്ന അതിനെ അഹസ് എന്നാണ് പറയുക. ഗുരുവായൂരപ്പൻ്റെ ഓരോ പൂജയുടെയും ഭാഗമാവാൻ സാധിക്കുക എന്നുള്ളതാണ് അഹസ് വഴിപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3000 രൂപയാണ് അഹസ് ഷീട്ടാക്കാനായിട്ട് വേണ്ടത് കേട്ടോ. രണ്ടും രണ്ടാണ്, തെറ്റിപ്പോകരുത്. ഇതാണ് ശ്യാമള ബാലകൃഷ്ണൻ്റെ ചോദ്യവും ജീഷ മോഹൻ്റെ മറുപടിയും. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കേട്ടോ. ആതിര എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഓൺലൈൻ വഴിപാടുകളെ കുറിച്ച് പറയുമെന്ന്. എങ്ങനെയാണ് ഓൺലൈനായിട്ട് വഴിപാട് ബുക്ക് ചെയ്യാമെന്നും അതിൻ്റെ റെസിപ്റ്റ് ആൻഡ് പ്രസാദം എവിടെ നിന്നാണ് കിട്ടുകയെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.guruvayurdevasamam.in എന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറിയാലാണ് വഴിപാടുകൾ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുക. എന്നാൽ എല്ലാ വഴിപാടുകളും നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് കൃഷ്ണനാട്ടം കളി നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ സാധിക്കുന്ന എല്ലാ വഴിപാടുകളും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രസാദം നമ്മൾ വന്ന് കളക്ട് ചെയ്യുമോ അതോ നമുക്ക് അയച്ചു തരണോ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അതിലേതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് നമുക്ക് പ്രസാദം ലഭ്യമാവുക. ഇനി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കാത്തവരാണ്, അല്ലെങ്കിൽ അതിൽ അവൈലബിൾ അല്ലാത്ത വഴിപാടുകളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ. വിഷ്ണു വഴിപാടുകൾ ചെയ്തു തരുന്നതാണ്. എന്നാൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ദിവസം എന്നാണെന്നും അന്ന് നിങ്ങൾ പ്രസാദം കളക്ട് ചെയ്യാൻ വരുന്നില്ലേ എന്നുള്ളത് വ്യക്തമായിട്ട് പറയണം. കാരണം ഞങ്ങളിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന എല്ലാത്തിൻ്റെയും ഷീട്ട് സൂക്ഷിച്ചെടുത്ത് വെക്കാറില്ല. വരും എന്ന് പറയുന്ന ഭക്തജനങ്ങൾക്ക് ആ ഷീറ്റ് കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്താൽ വിഷ്ണു അത് എത്തിച്ചു തരും. അതല്ലെങ്കിൽ ആ ഷീറ്റ് നിങ്ങൾക്ക് എന്തായാലും വാട്സപ്പ് ചെയ്ത് തരും. പക്ഷേ ആ ഷീട്ട് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ട ഒരു ആവശ്യകത ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ ഡിസ്പോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി പറയണം കേട്ടോ. വിഷ്ണുവിൻ്റെ നമ്പർ അറിയാത്തവർക്ക് 9846937939 ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഏത് ദിവസത്തേക്ക് ഏത് വഴിപാടാണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ തുക അന്വേഷിച്ച് അതിനനുസരിച്ച് അയച്ചു കൊടുത്താൽ ചെയ്തു തരുന്നതാണ് കേട്ടോ. ഇത് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചോളൂ. വരുന്ന ദിവസം ബാക്കിയുള്ളത് ബുക്ക് ചെയ്തോളൂ. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ മാത്രം വിഷ്ണുവിനെ ആശ്രയിച്ചാൽ മതി. കാരണം ഞങ്ങൾ ഇതൊരു സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സാധ്യമല്ലെങ്കിൽ മാത്രം വിളിച്ചോളൂ കേട്ടോ. അമൃത എന്ന ഭക്ത വെച്ചിട്ടുണ്ട്, മേൽശാന്തി തന്നെയാണോ വിഘ്നേശ്വരനും അയ്യപ്പസ്വാമിക്കും എടത്തരികത്തുകാവിലെ അമ്മയ്ക്കും ഒക്കെ ചന്ദനം ചാർത്തുന്ന അലങ്കാരങ്ങളെല്ലാം ചെയ്യുന്നതെന്ന്? അല്ല കേട്ടോ. മേൽശാന്തി ശ്രീ ഗുരുവായൂരപ്പന് മാത്രമാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം കീഴ്ശാന്തിക്കാരാണ് ചെയ്യുന്നത്. ഗണപതിക്കാണെങ്കിലും അയ്യപ്പനാണെങ്കിലും എടത്തരികത്തുകാവിലെ അമ്മയ്ക്കാണെങ്കിലും ഒക്കെ കീഴ്ശാന്തിക്കാരാണ് അവരൊക്കെ അണിയിച്ചൊരുക്കുന്നത്. എനിക്ക് തോന്നുന്നു വളരെ പ്രാവീണ്യം നേടിയ കുറേ കീഴ്ശാന്തിക്കാരുണ്ട് കേട്ടോ. കാരണം ഈ എല്ലാ ശ്രീകോവിലും ഗുരുവായൂരപ്പൻ്റെ ശ്രീലകം മാതിരി കുറേ ദൂരമില്ല, വളരെ അടുത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വളരെ അടുത്തുനിന്ന് കണ്ടാലും വളരെ മനോഹരമായി തോന്നണമെങ്കിൽ കുറച്ചധികം കഷ്ടപ്പാടുണ്ട് അതിന് പിന്നിൽ. ഉച്ചപൂജയ്ക്ക് ശേഷം നടയടച്ച് എല്ലാവരും പോയതിന് ശേഷമാണ് അയ്യപ്പസ്വാമീനെയൊക്കെ ഒരുക്കുന്നത് കാണാറുള്ളത്. കാരണം നിലത്തിരുന്നു കൊണ്ട് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹത്തിന് തൊട്ടടുത്ത് ഇരുന്നു കൊണ്ടാണ് അവരിത് ഒരുക്കുന്നത്. ഈ ഒരുക്കുന്ന സമയത്ത് നമുക്ക് തൊഴാൻ സാധിക്കില്ല, അവർ മറഞ്ഞിരിക്കുക കാരണം. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് ഒഴിഞ്ഞതിന് ശേഷമാണ് ഈ എല്ലാ സ്ഥലത്തും അവർ ചന്ദനം ചാർത്താറുള്ളത്. വളരെ മനോഹരമായിട്ട് ചന്ദനം ചാർത്താറുണ്ട്. ഇടയ്ക്ക് വിഷ്ണുവും പറയാറുണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാണ് പല ആളുകളും ഇന്ന് ചോദിച്ചിരുന്നു, ഇന്നത്തെ ലൈവ് കാണാനില്ലല്ലോ എന്ന്. ഇന്ന് രാവിലെ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു വിഷ്ണു. പക്ഷേ വിഷ്ണുവിന് തന്നെ ഒരു കോൺഫിഡൻസ് വല്ലാതെ കുറയുന്നുണ്ട്. കാരണം സാധാരണ ഒരു ഭക്തൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടത് എന്നാണ് വിഷ്ണു പറയണത്. അല്ലെങ്കിൽ ആധികാരികമായിട്ട് ഒരു
പ്രാസംഗികനെ പോലെ അല്ലെങ്കിൽ ഒരു പ്രഭാഷണം ചെയ്യുന്ന ആളെ പോലെയൊന്നുമല്ല അവിടുത്തെ അലങ്കാര വർണ്ണന ഭഗവാനെക്കുറിച്ചും ഭഗവതിയമ്മയെക്കുറിച്ചും അയ്യപ്പസ്വാമിയെക്കുറിച്ചൊക്കെ വിഷ്ണു പറയണത്. അപ്പോൾ ആളുകൾക്ക് അത് അരോചകമായി പോകുമോ, സാധാരണ രീതിയിൽ സംസാരിക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞത് ആ ഒരു വീഡിയോ പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മുടെ പ്രേക്ഷകർക്ക് അങ്ങനെയൊന്നുമില്ല, അവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ സന്തോഷമാവുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കും അത് കേൾക്കാനാണ് ഇഷ്ടം. അല്ലാതെ ഭഗവാൻ ഇന്ന് കയ്യിൽ ഇത്ര വളയിട്ടുണ്ട്, കാൽ കൊലുസിൻ്റെ അങ്ങനെയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഭഗവാന്റെ പട്ട ഇന്നതാണ് ആ രീതിയിൽ പറയുന്നതിനേക്കാളും രസകരമായി തോന്നുക നിങ്ങൾക്ക് ഞാനിന്ന് തൊഴുതു വന്ന സമയത്ത് ഇങ്ങനെയാണ് ഞാൻ കണ്ടത് അങ്ങനെ പറയുമ്പോൾ തന്നെയായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് കുമാരേട്ടൻ്റെ വർണ്ണനയൊക്കെ വളരെ ഹൃദ്യമായിട്ട് തോന്നാറുണ്ടല്ലോ. എന്താ കാരണം? അദ്ദേഹം ആദ്യം പറയാറുള്ളത് ഞാൻ ഇന്ന് ഉച്ചപൂജ തൊഴുതു വന്ന് വളരെ സന്തോഷത്തിലാണ് എന്നാണ്. അതേമാതിരി തന്നെ ഇദ്ദേഹം തൊഴുതു വന്നിട്ടാണ് നമുക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത്. അപ്പം അത് വളരെ ഭംഗിയായിട്ട് തന്നെ പറയുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഇപ്പോഴും ഭയങ്കര കോൺഫിഡൻസ് കുറവില്ല, അയ്യോ ഞാനിങ്ങനെ പറഞ്ഞത് ശരിയാവില്ല, അത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും വിഷ്ണുവിന് വീഡിയോ ചെയ്യാൻ സാധിക്കട്ടെ, നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനങ്ങൾക്കനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കാത്തത് എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞു നോക്കൂട്ടോ. എന്തായാലും അതൊക്കെ നല്ല കാര്യമല്ലേ. എങ്ങനെ നമ്മൾക്ക് ഭഗവാനെക്കുറിച്ച് കേട്ടാലും ആ കേൾക്കുന്ന നിമിഷങ്ങളിലെല്ലാം നമ്മളുടെ മനസ്സ് ഗുരുവായൂരപ്പനിലാണ്. അതാണ് ഏറ്റവും പ്രധാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മനസ്സ് എത്ര നേരം ഗുരുവായൂരപ്പനിൽ വെക്കാൻ സാധിക്കുമോ അത്രയും നേരം ഭഗവാനിൽ ചേർത്ത് വയ്ക്കാൻ ആര് നിമിത്തമായാലും അവരെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ സത്സംഗം ഇവിടെ അവസാനിക്കുന്നത്. നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും കൊണ്ടുവരാം. ആരുടെയെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കൂ. അടുത്ത ദിവസം ചോദിക്കാൻ മറക്കരുത്. നാളെ കാണാം കേട്ടോ. നന്ദി.